ഹലോ, എല്ലാവർക്കും ലിപ്രി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മുതൽ നമ്മൾ പുതിയൊരു സെഗ്മെൻറ്റ് തുടങ്ങുകയാണ്. അതായത് ബാച്ചിലേഴ്സ് താമസിക്കുന്ന വീടുകളുണ്ടല്ലോ. അപ്പോൾ ഈ ബാച്ചിലേഴ്സ് താമസിക്കുന്ന വീടുകളിൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങൾ, അതിനുള്ള ടിപ്സ്, കുറച്ച് നമുക്ക് പൈസയൊന്നും അധികം മുടക്കാതെ നല്ല വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ ചെറിയ ചെറിയ ടിപ്സായിരിക്കും ഇന്നു മുതൽ പല വീഡിയോകളിലായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇതിന് പുറമെ നമ്മളുടെ വീട്ടിൽ ജാനുവൊക്കെ ആയിട്ടുള്ള വേറെ വീഡിയോസൊക്കെ ഉണ്ടാവും. അതല്ലാതെ ഒരു സെഗ്മെൻ്റായിട്ട് നമ്മൾ ഇങ്ങനൊരു പുതിയൊരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട്. അതിൽ പലതും ഉൾപ്പെടും. അതുപോലെ തന്നെ ഫർണിച്ചേഴ്സ് ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ കിച്ചണിൽ വേണ്ട സാധനങ്ങൾ ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ കുക്കിംഗ്, അങ്ങനെ എല്ലാം ഉണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എറണാകുളത്ത് താമസിക്കുന്ന വീടുണ്ടല്ലോ, അവിടെ ഷർട്ടൊക്കെ ഹാങ് ചെയ്യാനായിട്ടൊരു സ്റ്റാൻഡൊന്നും ഇല്ല. അപ്പോൾ ഞാൻ പുറത്തന്വേഷിച്ചപ്പോൾ ഏകദേശം ഒരു 600-നും 900-നും ഇടയ്ക്ക് ഒരു റേഞ്ച് വരുന്നുണ്ട് ഈ ഒരു ഹാങ്ങറിനും. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാൻഡ് ഷർട്ടൊക്കെ ഹാങ് ചെയ്യാനും ഡ്രസ്സൊക്കെ വെക്കാനായിട്ടുള്ള ഒരു സ്റ്റാൻഡിന് ഏകദേശം ഒരു 600-നും 900-നും രൂപയുടെ ഇടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കുറേ സ്ഥലത്ത് റെഫർ ചെയ്തപ്പോഴാണ് പുതിയൊരു ഐഡിയ കിട്ടിയത്. അപ്പോൾ ആ ഒരു ഐഡിയ ആണ് ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഷർട്ടൊക്കെ ഹാങ് ചെയ്യാനായിട്ട് ഡ്രസ്സിൻ്റെ ഒരു സ്റ്റാൻഡാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനാവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞാൽ PVC പൈപ്പ് മാത്രം മതി. ഒരു 250 രൂപ മുടക്കിയിട്ടാണ് ഞാൻ ഈ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമുക്ക് പണിപ്പുരയിലേക്ക് പോകാം. ഓക്കെ, ഞാനിതിലെടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32 mm PVC പൈപ്പാണ്. ഇതിനധികം പൈസയൊന്നുമില്ല. ഏകദേശം ഒരു 35 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ മീറ്ററിന്. അതുപോലത്തെ ഒരു 5 മീറ്റർ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. 1 മീറ്റർ ഹൈറ്റാണ് നമ്മളെ സ്റ്റാൻഡിന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം പൈപ്പ് കട്ട് ചെയ്യാം. പൈപ്പ് കട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 1 മീറ്റർ ഹൈറ്റിന് വേണ്ട 2 PVC പൈപ്പുകൾ ആദ്യം കട്ട് ചെയ്യണം. അതുപോലെ തന്നെ 75 സെൻറ്റിമീറ്ററിൻ്റെ 3 PVC പൈപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 15 സെൻറ്റിമീറ്റർ വീതമുള്ള 4 PVC പൈപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 4 എൽബോ, 1 ഇഞ്ചിൻ്റെ എൽബോ. അതുപോലെ തന്നെ നമ്മൾ 1 ഇഞ്ചിൻ്റെ പൈപ്പാണ് എടുക്കുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് ഈ 1 ഇഞ്ചിൻ്റെ എൽബോ എടുക്കുന്നത്. അതുപോലെ തന്നെ 4 T ജംഗ്ഷൻ എടുത്തിട്ടുണ്ട്. പിന്നെ 2 സ്റ്റോപ്പർ വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവസാനം ഒരു ഭാഗം വരും പുറത്തേക്ക്, അതൊന്ന് അടയ്ക്കാൻ വേണ്ടിയിട്ടാണ്, പൊടിയൊക്കെ കയറാതിരിക്കാനാണ്. ഇത് നിർബന്ധമില്ല. അപ്പോൾ ഇനി ഇതൊക്കെ കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റാൻഡായി. അപ്പോൾ എങ്ങനെ കൂട്ടി യോജിപ്പിച്ചാൽ കാണണ്ടേ? ഓക്കെ, അപ്പോൾ നമുക്ക് കാണാമല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ ബേസ് ഉണ്ടാക്കാം സ്റ്റാൻഡിൻ്റെ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ 15 സെൻറ്റിമീറ്ററിൻ്റെ 4 പൈപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, ഈ 15 സെൻറ്റിമീറ്ററിൻ്റെ 4 പൈപ്പും അതുപോലെ തന്നെ അതിൽ ഒരു രണ്ട് T ജംഗ്ഷൻ, അത് മുകളിലേക്ക് ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ 75 സെൻറ്റിമീറ്ററിൻ്റെ 2 പൈപ്പും കൂടി ഇതിൽ നമ്മൾ ബേസിലേക്ക് വെക്കണം. അതുപോലെ തന്നെ 4 മൂലയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 4 എൽബോയും നമ്മൾ ഫിറ്റ് ചെയ്യണം. സ്റ്റാൻഡിൻ്റെ ബേസ് കൃത്യമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കുള്ള പാർട്ടും കൂടി നമുക്ക് ഫിറ്റ് ചെയ്യണം. അതിനെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അതെ ഇതുണ്ടല്ലോ, ഈ 2 ഹോളിലാണ് നമ്മൾ 1 മീറ്ററിൻ്റെ പൈപ്പ് രണ്ടും ഫിറ്റ് ചെയ്യേണ്ടത്. ഇനി ഈ മുകൾ ഭാഗത്തും കൂടി നമ്മൾ ഈ T ജംഗ്ഷൻ ഫിറ്റ് ചെയ്ത് ഇതിനൊരു കണക്ഷൻ ഉണ്ടാക്കണം. ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു കാർഡ്ബോർഡൊക്കെ വെച്ച് അടച്ചിട്ട് അതൊരു തട്ട് പോലെ ആക്കിയിട്ട് നമുക്ക് ഡ്രസ്സുകളൊക്കെ, ജീൻസൊക്കെ വെക്കാനായിട്ട് വേണമെങ്കിൽ വെക്കാം. അല്ലെങ്കിൽ ഇവിടെ ഹാങ് തന്നെ ചെയ്യാം നമുക്ക്. അപ്പോൾ എന്തായാലും ഒരു സാധാരണ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിലേക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡാണിത്. കാണാനായിട്ട് വേണമെങ്കിൽ ഭംഗിയൊക്കെ കൂട്ടണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിന് പെയിൻ്റൊക്കെ അടിച്ച് നമുക്ക് കുറച്ച് ഭംഗിയൊക്കെ കൂട്ടി വീട്ടിലേക്ക് വേണമെങ്കിൽ വെക്കാം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ബാച്ചിലേഴ്സിന് ഒക്കെ അവരവരുടെ റൂമിലേക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ വളരെ ചുരുങ്ങിയ ചിലവിൽ 300 രൂപ താഴെയാണല്ലോ, 250 രൂപയോളം എനിക്കിതിന് ചിലവ് വന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ചിലവ് കുറച്ച് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റാൻഡാണ്. ഇനി നമുക്കിതിൽ തുണിയൊക്കെ ഇട്ട് ഞാൻ കാണിച്ചു തരാം. വളരെ ചുരുങ്ങിയ ചിലവിൽ എങ്ങനെ ഒരു ഡ്രസ്സിൻ്റെ സ്റ്റാൻഡ് ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്തത്. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല നല്ല പുതിയ ഐഡിയാസുമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും വരും. അപ്പോൾ അതുവരേക്കും നമ്മളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഞെക്കിക്കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെയുള്ളവ വരും.